നിബി ഒരു പഴഞ്ചൊല്ല്. നാലുകാലുള്ള നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടുകൊണ്ടുപോയി. നിഷാൻ, മമ്മ, നിങ്ങൾക്ക് ഉത്തരം പറയാം. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടുകൊണ്ടുപോയി. ഏതാ? ഒന്നുകൂടെ. നിഷാൻ പറഞ്ഞത് കറക്റ്റാണ്. നീർക്കോലി അല്ലെങ്കിൽ ചേര തവളയെ തട്ടിക്കൊണ്ടുപോയി കശാപ്പ് ചെയ്യുന്ന ആ പ്രോസസ്സിന് വേണ്ടിയുള്ള ഒരു പഴഞ്ചൊല്ലാണ്. പഴഞ്ചൊല്ലല്ല, കടങ്കഥയാണ്. നാലുകാലുള്ളൊരു നങ്ങേലി പെണ്ണിനെ കോലു നാരായണൻ കട്ടുകൊണ്ടുപോയി. ആ, അങ്ങോട്ട് പോയപ്പോ സുന്ദരി, ഇങ്ങോട്ട് വന്നപ്പോ ഗർഭിണി. ഏതാ? അങ്ങോട്ട് പോയപ്പോൾ സുന്ദരി, ഇങ്ങോട്ട് പോയപ്പോൾ ഗർഭിണി. അതൊക്കെ പോട്ടെ. ഈ സ്ഥലത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിബി എങ്ങനെയുണ്ട്? ഒറ്റ വാക്കി പറയാനാണോ? ആ, അമേസിംഗ്, റിയലി അമേസിംഗ്. ഇത് ഇലവീഴ പൂഞ്ചിറയാണ്. ഇലവീഴ പൂഞ്ചിറ നമ്മൾ കോട്ടയം ജില്ലയിലെ അതിമനോഹരമായൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്കെല്ലാം നല്ല പരിചയം ഇലവീഴ പൂഞ്ചിറയെ ഷാഹി കബീറിലൂടെ, അല്ലേ? ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയിലൂടെ. അതെ. നിബി NSS ക്യാമ്പ് വന്നതിന് ശേഷം നിബിയുടെ ശബ്ദം ഇതുവരെ ശരിയായിട്ടില്ല. ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതിഗംഭീരമായ ഒരു തടാകം കാണിച്ചു തരാം. ആ തടാകത്തിന്റെ പ്രത്യേകത, അതിലേക്ക് ഇലകൾ ഒരിക്കലും വീടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇല്ലിക്കക്കല്ലിലാണ് ആദ്യം പോയത്. അവിടെ നിന്നാണ് ഒരു 5-8 കിലോമീറ്ററോടെ സഞ്ചരിച്ചപ്പോൾ ഇലവീഴ പൂഞ്ചിറയിൽ എത്തിയിരിക്കുന്നത്. പോയി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇലവീഴ പൂഞ്ചിറയിലൂടെ വളരെ കൂടുതൽ ആൾക്കാരെ കാണാം. ഞങ്ങൾ ഇല്ലിക്കക്കല്ലിൽ വെച്ച് ഇവരെ കണ്ടിരുന്നു. മലപ്പുറം ജില്ലയിൽ നിന്ന് KSRTC ബസ്സിൽ ടൂറിനെത്തിയ ആളുകളാണ് ഇവർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇലവീഴ പൂഞ്ചിറയുടെ കാഴ്ച കാണിച്ചു തരാം. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അങ്ങ് താഴെ കാണുന്ന ഒരു തടാകം എന്ന് പറയുന്നത് ഒരു ചിറയാണ്. ഈ ചിറ ഇവിടെ ഒരിക്കലും ഇതിനകത്ത് ഇലകൾ വീടില്ല. നല്ല ശുദ്ധമായ വെള്ളമുള്ള ഒരു ചിറയാണ്. ഇവിടുത്തെ മരങ്ങളുടെയും കാറ്റിൻ്റെയൊക്കെ പ്രത്യേകത കൊണ്ട് അതിലൊരിക്കലും ഇലകൾ വീടില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇതിന് ഇലവീഴ പൂഞ്ചിറ എന്ന പേര് കിട്ടിയത്. മനസ്സിലായോ? ഇവിടെ നിബി നിഷാനും എത്തി. കഥകളൊന്നും കേൾക്കാതെ നിബി നിഷാനും അങ്ങ് നടക്കുകയാണ്.